മോളെ എന്താ എന്തുപറ്റി? ഞാനൊരു ദുസ്വപ്നം കണ്ടു. ദേവുട്ടിയുടെ കാര്യ. പുലർക്കാലത്ത് കണ്ട സ്വപ്ന അത് ഫലിക്കാൻ സാധ്യത കൂടുതലാ. അരുത്, അങ്ങനൊന്നും പറയാതെ എന്തു മതി. ഒന്നാമത് ഞാൻ ഭയന്നിരിക്കുക. ആവശ്യമില്ലാത്ത കാര്യത്തിന് കൂട്ടുവന്നല്ലേ, അനുഭവിച്ചോ? അച്ഛനും മോളും കൂടി പുളിങ്കൊമ്പ് നോക്കി പിടിച്ചതല്ലേ. അല്ല, എന്താ നിങ്ങള് കണ്ടേ? ആ ശ്രീകല ദേവുട്ടി അവിടുന്ന് ആട്ടിപ്പുറത്താക്കിയതായിട്ട്. ആ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. ഇന്ദുമതി, അങ്ങനെയൊന്നും പറയരുതെന്നല്ലേ പറഞ്ഞത്? ഞാൻ പറഞ്ഞാലും പറഞ്ഞില്ലേലും ആ സ്ത്രീ നിങ്ങളുടെ മോളെ ഒരിക്കലും മരുമകളായിട്ട് അംഗീകരിക്കില്ല. അതറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാ സന്ദീപ് അവളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയത്. മര്യാദക്ക് അവൾ ആ ഗഗനെ കെട്ടിയിരുന്നെങ്കിലേ ഇപ്പൊ രാജകുമാരിയെ പോലെ വാഴായിരുന്നു. നമ്മളും ഒന്ന് ഗതി പിടിച്ചേനെ. കെട്ടാനിരുന്നവനെ കൊണ്ട് കെട്ടിച്ചതുമില്ല, കെട്ടിയവനെ കൊണ്ട് ഉപകാരമില്ല. ഇനി എന്തൊക്കെയാ അവിടെ നടക്കാൻ പോകുന്നേന്ന് ആർക്കറിയാം? നിങ്ങൾ കിടക്കാൻ നോക്ക്. മൂകാംബിക ദേവി, എന്റെ മോൾക്ക് ഒരു കുഴപ്പം വരുത്താതെ കാത്തോളണേ. ദേവുട്ടി, ദേവുട്ടി, ദേ നമ്മുടെ നാടെത്തി. നല്ല ഉറക്കായിരുന്നല്ലേ? ദേ അതാണ് തമ്പാനൂര്. അത് ബസ് സ്റ്റാൻഡ്. അത് റെയിൽവേ സ്റ്റേഷൻ. അതാണ് പ്രസിദ്ധമായ പഴവങ്ങാടി ക്ഷേത്രം. പൊങ്കാലിടുന്ന അമ്പലോ അതാണ് ആറ്റുകാൽ ദേവീക്ഷേത്രം. അതിവിടെ അടുത്ത് തന്നെയാ. നമുക്ക് അവിടെ എല്ലാം പോണം. എല്ലാം ഞാൻ വിശദമായിട്ട് കാണിച്ചു തരാം. നീ ദേവി, എന്റെ കൊച്ചുമോനെ കാത്തോണേ. അവൻ എവിടെയായിരുന്നാലും ആപത്തുകളിൽ നിന്ന് രക്ഷിക്കണേ അമ്മേ. അമ്മേ, ദമ്മേ കോഫി കുടിക്കും. സന്ദീപിന്റെ കാര്യം എന്തെങ്കിലും അറിഞ്ഞോ ശ്രീകലേ? ഗസ്റ്റ് ഹൗസിൽ നിന്ന് മുരളി വിളിച്ചോ? അവിടുന്ന് ആരും വിളിച്ചില്ലമ്മേ. ചെറുക്കൻ ഇത് എന്ത് ഭാവിച്ചാണോ എന്തോ. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. അമ്മ, അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഫോൺ സ്വിച്ച്ഡ് ഓഫാ. എന്തെങ്കിലും കാട്ടിക്കൂട്ടട്ടെ. മനുഷ്യന് അവന്റെ പേരും പറഞ്ഞ് ഇങ്ങനെ തീ തിന്ന് ജീവിക്കാനായിരിക്കും വിധി. അവന്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. ഞാനിനി തിരുത്താനോ ഗുണദോഷിക്കാനോ ഒന്നിനുമില്ല. അവനെ ഞാൻ കൈവിട്ടു എന്ന് തന്നെ ഉറപ്പിച്ചോ. എന്താ ശ്രീകലേ, സ്വന്തം മോനെ കുറിച്ചാണോ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? അമ്മ, ആ വിചാരം എനിക്ക് മാത്രം പോരല്ലോ. നൊന്ത് പ്രസവിച്ച അമ്മയോട് അവന് ഇത്തിരിയെങ്കിലും സ്നേഹോ അനുസരണയോ എന്തെങ്കിലും ഉണ്ടോ? ആ ഉണ്ടെങ്കിൽ അവൻ ഇങ്ങനെയൊക്കെ കാണിക്കോ? അല്ല, അവനെ എന്ത് ചെയ്തെന്നാ നീ പറയുന്നേ? നിന്നെ അവനല്ല, അവനെ നീയാണ് സങ്കടപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നേ.
അതിന് മാത്രം അവൻ ചെയ്ത തെറ്റെന്താ? ഒരു സാധു പെണ്ണിനെ ഇഷ്ടപ്പെട്ടു പോയതോ? ആ അമ്മയോ അവന്റെ സൈഡാന്ന് എനിക്കറിയാം. ഞാൻ ആരുടെയും പക്ഷം പിടിച്ചൊന്നുമല്ല. നീ അവനെ കളഞ്ഞാലും ഞാൻ അവനെ ഉപേക്ഷിക്കില്ല ശ്രീകലെ. ചത്തുകിടന്ന എന്റെ ചിതയ്ക്ക് കൊള്ളിവെക്കേണ്ടവനവൻ. നിങ്ങൾ ആരൊക്കെ അവനെ കൈവിട്ട് കളഞ്ഞാലും ഞാൻ അവനെ ചേർത്ത് പിടിക്കും. അവരിങ്ങോട്ട് തന്നെയാണ് വരുന്നതെന്ന് ഉറപ്പുണ്ടോ തനിക്ക്? അതെയോ? ഇല്ലില്ല, ഇവിടെ എത്തിയിട്ടില്ല. ശരി, പിന്നെ അവിടെ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ ഉടനെ അറിയിക്കണം. ഓക്കെ? ആ. എന്താ ഡാഡി, എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടോ? അവൻ അവളെയും കൊണ്ട് ഇങ്ങോട്ട് തന്നെയാ വരുന്നത്. ഇങ്ങോട്ടോ? എങ്കിയത് ആകെ പ്രശ്നമാണല്ലോ ഡാഡി. അതെ, ശ്രീകല എന്തായാലും അവളെ ഇവിടെ കയറ്റാൻ അനുവദിക്കില്ല. അവരിങ്ങോട്ട് തന്നെയാ വരുന്നതെന്ന് ഡാഡിക്ക് കൺഫേം ആണോ? അതെ, ക്ഷേത്രത്തിൽ വെച്ച് സന്ദീപ് അങ്ങനെ തന്നെയാ തീരുമാനിച്ചതെന്നാ അയാള് പറയുന്നത്. താലി കെട്ടിക്കഴിഞ്ഞ് ഉടനെ പുറപ്പെടുകയും ചെയ്തു എന്ന്. നമ്മൾ അവിടെ നിന്ന് പുലർച്ചെ പുറപ്പെട്ടപ്പോ ഇവിടെ എത്താൻ അന്ന് രാത്രിയായില്ലേ? അത് വെച്ച് നോക്കുമ്പോ അവരിവിടെ എത്തേണ്ട സമയമായല്ലോ. അവരാണോ ഡാഡി? അതെ ഡാഡി, അവരാണെന്ന് തോന്നുന്നു. കർണാടക രജിസ്ട്രേഷൻ ടാക്സിയല്ലേ അത്? എന്താ കുട്ടി, പേടി തോന്നുന്നുണ്ടോ? പേടിക്കണ്ട, എന്തു വന്നാലും ഞാനില്ല നിന്റെ കൂടെ. എവിടെ ധൈര്യമായിട്ടിരിക്കും.